ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എന്ത് ആഗ്രഹങ്ങളും ദൈവത്തിന്റെ അടുത്ത് എന്ന് പറയാം, അതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ എന്റെ ആഗ്രഹങ്ങൾ അഥവാ എന്റെ ഇഷ്ടങ്ങൾ എനിക്ക് നല്ലതായിരിക്കണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും ദൈവം എന്ത് ചെയ്യുന്നു? അവന്റെ ഇഷ്ടം നമുക്ക് പറഞ്ഞു തരാനായിട്ട് ദൈവം ഒരുക്കമുള്ളവനായിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയിൽ എന്റെ ഇഷ്ടം അവനോട് പറയുമ്പോൾ തന്നെ ഞാൻ എന്ത് പറയണം? കർത്താവേ, ഞാനിത് എന്റെ ആഗ്രഹം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ നിർവഹിക്കപ്പെടുമാറാകട്ടെ എന്ന് തീരുമാനമെടുക്കാനുള്ള, അതായത് എന്റെ ഭാവിയെക്കുറിച്ച്, എന്റെ പരിതസ്ഥിതികളെക്കുറിച്ച്, എന്റെ ജീവിതത്തെക്കുറിച്ച്, എന്റെ ജീവനെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള പൂർണ്ണമായ അധികാരം ഞാൻ ദൈവത്തിന് കൈമാറുകയാണ്. അങ്ങനെ കൈമാറി കഴിയുമ്പോൾ ദൈവം നമ്മളോട് പറയും എന്താണ് നമ്മുടെ ഇഷ്ടമെന്ന്, ദൈവത്തിന്റെ ഇഷ്ടമെന്ന്. നമ്മുടെ ഇഷ്ടമല്ല, എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം. അത് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പിന്നെ നമുക്ക് തുടർമാനമായി പ്രാർത്ഥിക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ദൈവ നിർവഹണം, ദൈവ ഇഷ്ടത്തിന്റെ നിർവഹണം, എന്റെ ജീവിതത്തിലെ ദൈവ ഇഷ്ടത്തിന്റെ നിർവഹണം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇറ്റ് ഇസ് റിയലി പെയിൻഫുൾ ആണ്. ഒരിക്കലും അത് ഒരു വില കുറഞ്ഞ കാര്യമോ അല്ലെങ്കിൽ ഈസി കാര്യമൊന്നുമല്ല. എന്നാൽ അത് ചെയ്യാൻ എനിക്ക് ശക്തിയില്ലാതിരിക്കുമ്പോൾ എന്നെ ശക്തീകരിക്കുവാൻ ദൈവം എന്ത് ചെയ്യും? സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ അയച്ചു വരും. അമാനുഷികമായ നിലയിൽ തന്നെ അവന്റെ ഇഷ്ടം നമ്മൾ നിർവഹിക്കപ്പെടേണ്ടതിന് വേണ്ടിയുള്ള റിസോഴ്സസ്, സ്ട്രെങ്തനിങ് പവർ അവൻ നമുക്ക് നൽകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷെ അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. സോ ഹൗ ടു പ്രേ എന്നതിനകത്ത് ഒന്നാമത് ഓർത്തിരിക്കേണ്ട കാര്യം, ഓൾവേസ് പ്രേ ദ വിൽ ഓഫ് ഗാഡ്, നെവർ പ്രേ യുവർ ഓൺ വിൽ. യു ക്യാൻ സേ യുവർ വിൽ, ബട്ട് ഡോണ്ട് ഇൻസിസ്റ്റ് അപ്പോൺ യുവർ വിൽ. നമുക്ക് നമ്മുടെ ഇഷ്ടം നമുക്ക് ദൈവത്തിന്റെ സന്നിധി പറയാം. കർത്താവ് പറഞ്ഞില്ലേ? കർത്താവ് പറഞ്ഞു, പിതാവേ, നിനക്ക് സമ്മതമാണെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും എന്റെ ഇഷ്ടം അല്ല. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? യേശുവിന്റെ ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്ക് ഡിലൈറ്റ് എന്നുള്ളതിനേക്കാൾ അവിടുത്തെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവന്റെ ആഗ്രഹം, അല്ലെങ്കിൽ അവൻ ചിന്തിക്കുന്നത്. നാച്ചുറലി മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപഭാരവും ഏറ്റെടുക്കുക എന്ന് പറയുന്ന അതിന്റെ വേദന എന്ന് പറയുന്നത് അവന് ഈസിയായിട്ട് സഹിക്കുമൊന്നുമല്ലായിരുന്നു. ഈസിയായിട്ട് സഹിച്ചു കഴിയുമ്പം വാസ്തവത്തിൽ അതിനുള്ള പെയിൻ ഇല്ലേ? ഇത് ബോഡി പെയിന്റെ മാത്രം കാര്യമല്ല. വെൻ ഹി ടേക്സ് ഇറ്റ്, ഹി വാസ് ടോട്ടലി ഷാറ്റേർഡ്. ഗെത്സമനെ തോട്ടത്തിൽ വാസ്തവത്തിൽ അവൻ തകർക്കപ്പെട്ടു. അതുകൊണ്ടാണ് അവൻ അപ്പം എടുത്ത് നുറുക്കിട്ട് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എന്റെ ശരീരം. നമ്മളുടെ ഇഷ്ടവും ദൈവത്തിന്റെ ഇഷ്ടവുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നടക്കാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് പ്രാർത്ഥന. സോ ലെറ്റ് thy will be done, even if it is painful. എത്ര വേദനാജനകമാണെങ്കിലും എത്ര പ്രയാസകരമാണെങ്കിലും കർത്താവ് നമ്മളെ അതിന് സഹായിക്കും. ഇനി അടുത്ത ചോദ്യം, അവന്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നിർവഹിച്ചു തരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷെ അവന്റെ ഇഷ്ടം എങ്ങനെ അറിയുന്നേ? അപ്പൊ എന്റെ ഇഷ്ടവും അവന്റെ ഇഷ്ടവും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഏതാണ് ദൈവത്തിന്റെ ഇഷ്ടം? അതൊരു വലിയൊരു പ്രശ്നമാണ്. അവന്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയും, സിൻസിയറായിട്ട് നമ്മൾ പറയും, ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ പോകാനായിട്ട് തയ്യാറാണ്, എത്ര പെയിൻഫുൾ ആണെങ്കിലും പോകാൻ തയ്യാറാണ്. പക്ഷെ എന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് കൊണ്ട് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ നമുക്ക് പറ്റിയ മാർഗം അവനിൽ വസിക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നോക്കുക, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ വാക്യം വായിക്കുമ്പം നമ്മൾ അതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, നിങ്ങൾക്ക് കിട്ടുമെന്നല്ല അതിന്റെ അർത്ഥം. അവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. അപ്പൊ ഇത് തമ്മിൽ എന്താണ് ഇതിനകത്ത്? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? അവന്റെ ഇഷ്ടപ്രകാരം എന്ത് ഞാൻ അപേക്ഷിച്ചാലും അതെനിക്ക് കിട്ടുമെന്നുള്ളത് എനിക്ക് അവനോടുള്ള ഉറപ്പാണ്. കോൺഫിഡൻസ്. ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ ഹിം that if I ask something in his will, if it is his will, he will certainly do that. എന്നാൽ ഇവിടുത്തെ പ്രശ്നം, എന്റെ ഇച്ഛ, ഇവിടെ പറയാണ് നിന്റെ ഇച്ഛ തന്നെ ചെയ്തു തരും. അപ്പൊ എന്റെ ഇച്ഛ ചെയ്തു തരുമെന്ന് പറയുമ്പോൾ അതിന്റെ പ്രീ റിക്വസിറ്റ്സ് എന്താണ് പറയുന്നത്? You need to abide in him and his word should abide in you. നിങ്ങൾ അവനിലും അല്ലെങ്കിൽ നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. അപ്പൊ ഇതെങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ശരിയാകുന്നത്? വളരെ ഈസിയാണ്. അതായത് when we abide in him and his word abides in me, you know what happens? അവന്റെ ഇഷ്ടം തന്നെയാണ് പിന്നെ എന്റെ ഇഷ്ടം.
ഞാൻ അവനിലും അവന്റെ വചനം എന്നിലും വസിച്ചു കഴിഞ്ഞാൽ പിന്നെ there is no difference between my will and his will because I abide in him. അത് എങ്ങനെയാണ്? ഓഫ് കോഴ്സ് ഇവിടെ പറയുന്ന ഭാഗം നിങ്ങൾക്കറിയാം. അബൈഡിങ് എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്? വൈൻ ആൻഡ് ഹിസ് ബ്രാഞ്ചസ്. അവിടുത്തെ പ്രധാനപ്പെട്ട സിമിലി അതാ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാകുന്നു. കൊമ്പ് എങ്ങനെയാണ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത്? ചേർന്നിരിക്കുകയാണ്. വി നോ ദാറ്റ്. ചേർന്നിരിക്കുമ്പോഴത്തേക്ക് ബഡ് ചെയ്യുമ്പോൾ, ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക്, ഗ്രാഫ്റ്റിംഗ് വാസ്തവത്തിൽ ദൈവിക പ്രവൃത്തിയാണ്. എബൈഡിങ് നമ്മുടെ പ്രവൃത്തിയാണ്. അതായത് ഗ്രാഫ്റ്റ് ചെയ്തത് നമ്മളല്ല. ആരെ ഗ്രാഫ്റ്റ് ചെയ്തത്? ദൈവമാണ്. ഇത് ഒത്തിരി വിശാലമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അത് നമുക്ക് വേറെ എപ്പോഴെങ്കിലും പഠിക്കാം. ഞാനത് പ്രേയറിനെ കുറിച്ച് മാത്രമായതുകൊണ്ട് ഞാനത് അതിന്റെ ഒരു ഭാഗം മാത്രം പറയാം. സോ ഹി ഈസ് ഗ്രാഫ്റ്റിംഗ് us into the true vine and that is an act of God. But abiding, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് പറയുന്നത്. ഇല്ലേ? ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. എബൈഡിംഗ് എന്ന് പറഞ്ഞാൽ റിമൈൻ ഫോർ കണ്ടിന്യൂസ്ലി റിമൈനിങ് ഇൻ ഹിം. അതാണ് എബൈഡിംഗ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ്ലി. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ഈ വാക്യം എന്ന് പറയുന്നത് ഒരു കമാൻഡുമാണ്. ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ പ്രോമിസ്. വി ഓൾവേസ് സ്റ്റിക്ക് ടു ദ പ്രോമിസസ്. അതാണ് നമ്മുടെ പ്രശ്നം. ഈ ഒരൊറ്റ വേഴ്സിൽ തന്നെ എന്തുണ്ട്? ഒരു കമാൻഡ്മെന്റും ഉണ്ട്. എന്തുകൊണ്ട്? ഒരു പ്രോമിസും ഉണ്ട്. കമാൻഡ്മെന്റ് എന്താണ്? നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. സോ abide in me, let you abide in me and my word abide in you. So that is a commandment. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾ എന്തെങ്കിലും ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അതാണ് പ്രോമിസ്. പക്ഷെ പ്രോമിസ് നടക്കണമെങ്കിൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ സൂക്ഷിച്ചാലേ പറ്റുള്ളൂ. വി നീഡ് ടു അബൈഡ് ഇൻ ഹിം. ആൻഡ് വെൻ വി അബൈഡ് ഇൻ ഹിം, വാട്ട് ഹാപ്പൻസ്? അവന്റെ എൻസൈംസ് ആണ് നമ്മളിലേക്ക് ഒഴുകി വരുന്നത്. അങ്ങനെ നമ്മളിലേക്ക് ഒഴുകി വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ നമ്മൾ കാട്ടുമുന്തിരി ആയിരുന്നിരിക്കാം, ഒരു കാട്ടൊലിവ് ആയിരുന്നിരിക്കാം, എന്തോ ആയിക്കോട്ടെ. സോ വെൻ വി അബൈഡ് ഇൻ ഹിം, യു നോ വാട്ട് ഹാപ്പൻസ്? ഇപ്പൊ അവന്റെ എൻസൈംസ് നമ്മളിലേക്ക് വരികയാണ്. സോ ഹി എൻലിവൻസ് മീ. അവനാണ് എന്നെ ജീവിപ്പിക്കുന്നത്. ഇല്ലേ? നേരത്തെ ഞാൻ ഏതോ ഒരു മരത്തിന്റെ ഭാഗമായിരുന്നു. അന്ന് എന്നിലേക്ക് ഒഴുകി വന്നതെല്ലാം അതിന്റെ കാട്ട് അനുഭവമാണ്. പക്ഷെ ഇപ്പൊ എന്നിലേക്ക് ഒഴുകി വരുന്നത് കാട്ട് അനുഭവമല്ല. ഇപ്പൊ എന്നിലേക്ക് ഒഴുകി വരുന്നത് യേശുവിന്റെ അനുഭവമാണ്. സോ വാട്ട് ഹാപ്പൻസ്? വെൻ ഹിസ് എൻസൈംസ്, വെൻ ഹിസ് ലൈഫ് ഈസ് ഫ്ലോവിംഗ് ത്രൂ മീ, സി വാട്ട് ഹാപ്പൻസ്? അപ്പൊ പിന്നെ എന്റെ ഇച്ഛകൾ അവന്റെ ഇച്ഛകളായി പോകും. എന്റെ കൈകൾ, ടേക്ക് ഇറ്റ് ആസ് എ ബോഡി. ഇവിടെ വൈൻ ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് പറയുന്നത്, ടേക്ക് ഇറ്റ് ആസ് എ ബോഡി. എന്റെ കൈകൾ ആരുടെ ഇഷ്ടമാണ് ചെയ്യുന്നത്? എന്റെ തലയുടെ ഇഷ്ടമാണ്. ഇഫ് ഐ എം പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദെൻ എന്റെ കൈയുടെ ഇഷ്ടമെന്ന് പറയുന്നത്, എന്റെ കൈക്ക് വേറൊരു ഇഷ്ടമില്ല. ഉണ്ടോ? എന്റെ കൈക്ക് വേറൊരു ഇഷ്ടമുണ്ടോ? നമ്മൾ ആരെങ്കിലും പറയുമോ? അല്ലെങ്കിൽ പിന്നെ കൈ ഒടിഞ്ഞു പോണം. എന്റെ ഒരു കൂട്ടുകാരന്റെ മോൻ, അവന്റെ കാലൊടിഞ്ഞ സംഭവം അവൻ വിവരിച്ചത്, കൊച്ചു ചെറുക്കനാ, ഭയങ്കര രസമായിട്ടാണ് വിവരിച്ചത്. അപ്പം കാലൊടിഞ്ഞ് പെട്ടെന്ന് ഈ ഒടിഞ്ഞു കഴിഞ്ഞ് രണ്ടായിട്ടങ്ങ് തൂങ്ങി ഇങ്ങനെ ആളുക. അപ്പം പെട്ടെന്ന് വേദന അറിഞ്ഞില്ല, ഇച്ചിരി കഴിഞ്ഞിട്ടാണ് വേദന അറിഞ്ഞ. അപ്പൊ അവൻ എന്നോട് ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ 7 വയസ്സുള്ള ചെറുക്കനാ ഡിസ്ക്രൈബ് പറയാ. ഞാൻ എണീറ്റ് നിന്നപ്പം ഞാൻ ചിന്തിച്ചോടെ എന്റെ കാര്യം ഞാൻ പറയുന്നിടത്തല്ലേ പോകേണ്ടത്, അതുകൊണ്ട് ഇത് ഞാൻ പറയാത്തിടത്തോട്ടൊക്കെ പോകുന്നു. അപ്പൊ അവന് പെട്ടെന്ന് എന്ത് ചെയ്തില്ല, ഇത് മനസ്സിലായില്ല. ഇല്ലേ? അപ്പൊ എന്റെ കാര്യം ഞാൻ പറയുന്നിടത്തല്ലയോ പോകേണ്ടത്, പക്ഷെ ഇത് ഞാൻ പറയാത്തിടത്തോട്ടൊക്കെ പോകുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ബോഡി, ആ കാലിന്റെ ഭാഗം എന്ത് സംഭവിച്ചിരിക്കുകയാണ്? നമ്മളുടെ തലയുടെ കമാൻഡ് സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ബ്രോക്കൺ ആയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വി നീഡ് ടു അബൈഡ്. നമ്മൾ അവനിൽ വസിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇനി അവനിൽ വസിക്കുമ്പോൾ മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ? അവന്റെ ജീവരസം നമ്മിലേക്ക് ഒഴുകി വരുന്നുള്ളൂ, അവന്റെ ഇച്ഛകൾ നമ്മളിലേക്ക് ഒഴുകി വരുന്നുള്ളൂ. അതുകൊണ്ട് when you abide in him and his word abides in you, then naturally your will is not a separate will. It is the will of God. പിന്നെ നമ്മുടെ ഇച്ഛയും അവന്റേതാണ്. കൊമ്പിന്റെ അല്ലെങ്കിൽ ബ്രാഞ്ചസിന്റെ എല്ലാം ചെടിയുടെ വകയാണ്. ബ്രാഞ്ചസിനൊന്നും സ്വന്തമായിട്ടില്ല. ബ്രാഞ്ചസിന്റെ എല്ലാം ചെടിയുടെ വകയാണ്. എന്നാൽ ചെടിക്ക് ബ്രാഞ്ച് ഇല്ലാതെയും ജീവിക്കാം, പക്ഷെ ബ്രാഞ്ചിന് ചെടി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. യു അണ്ടർസ്റ്റാൻഡ്? അതൊരു വലിയ ഒരു മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ബ്രാഞ്ചിന് ചെടിയുടെ പശ്ചാത്തലത്തിലല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയത്തില്ല. സോ അബൈഡ് ഇൻ മീ. എന്നിൽ നിങ്ങൾ വസിക്കുക. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഒന്നിനും കഴിയത്തില്ല. 3.5 വർഷം കർത്താവിന്റെ കൂടെ നടന്നപ്പോൾ കർത്താവ്
തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? The greatest lesson Jesus taught his disciples in 3.5 years. നമ്മൾ പറയും സ്നേഹിക്കാൻ പഠിപ്പിച്ചോന്നൊക്കെ. ഒന്നുമല്ല. ഏറ്റവും വലിയ പാഠം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതാ ഏറ്റവും വലിയ പാഠം. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്, ഇഫ് ഐ എം നോട്ട് അബൈഡിങ് ഇൻ ദ വൈൻ ഐ കനോട്ട് ലിവ്. ആ മുന്തിരിയിൽ വസിക്കുന്നില്ല എങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ഐ നീഡ് ടു അബൈഡ് ഇൻ ഹിം. അപ്പോൾ അങ്ങനെ അവനിൽ അബൈഡ് ചെയ്യുമ്പോൾ എന്നിലേക്ക് അവന്റെ ജീവരസം ഒഴുകി വരുന്നു. ആ ജീവരസമാണ് എന്നിലെ ഫ്രൂട്ട് ഉണ്ടാക്കി തരുന്നത്. സോ എന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്റെ അല്ല, ആരുടെയാണ്? ബേസിക്കലി ആരുടെയാണ്? ചെടിയുടെയാണ്. എന്നതുപോലെ എന്റെ ഇലകളും പൂവും കായും എവ്രിതിങ് ആരുടേതാണ്? ദെൻ വി കോൾ ഹിം ലോർഡ്. നോർമലി ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇഫ് യു കോൾ ഹിം ലോർഡ്, then you cannot ask something or ask God to do this. Do Lord and do Lord എന്ന് പറയുന്ന രണ്ട് വാക്കുകളുണ്ട്. Do Lord, അത് നടക്കത്തില്ല. അത് രണ്ടും കൂടെ ചേരത്തില്ല. No Lord എന്നും ചേരത്തില്ല. കാര്യം ലോർഡ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ യജമാനനെ എന്നാ വിളിക്കുന്നല്ലേ, ഉടമസ്ഥനെ, യജമാനനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടമസ്ഥന്റെ ഇഷ്ടമേ നടക്കത്തുള്ളൂ. നമ്മുടെ ജോലിക്കാരെന്തോ രാവിലെ, ഇപ്പോഴത്തെ ജോലിക്കാരുടെ കാര്യമൊക്കെ പോട്ടെ, ആ ജോലിക്കാരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയോസ് എന്ന് പറയുന്ന വാക്ക്, അതിന്റെ വിപരീത പദം ഡൂലോസ് എന്നുള്ളതാണ്. ഡൂലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിമയാണ്. അപ്പൊ ഞാൻ അടിമയും യേശു ഉടമയുമാണ്. അപ്പൊ അടിമയുടെ പ്രത്യേകത, അവന് യാതൊരു പ്രിവിലേജസും ഇല്ലാത്തവൻ, അവന് യാതൊന്നും ചെന്ന് ആവശ്യപ്പെടാൻ പറ്റത്തില്ല. ഒരു അടിമ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അയാൾ രാവിലെ വന്നിട്ട് 8 മണിയാകുമ്പോഴത്തേക്ക് വന്ന് ഒരു 16 കൂട്ടം കാര്യങ്ങൾ നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നതാണോ അടിമ? അല്ല, അല്ലേ? അടിമ വന്ന് ചോദിക്കുന്നത്, സർ വാട്ട് ഷാൽ ഐ ഡു ഫോർ യു? യജമാനനെ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേന്നാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധി ചെന്ന് ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ലോഡായി പോകും. നീ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാകും കർത്താവ്. നീ ചെയ്യരുതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും നമ്മളാണ് വാസ്തവത്തിൽ ലോഡ്. ലോഡ് എന്ന് പറഞ്ഞാൽ പിന്നെ യെസ് ലോഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. വേറെ ഒരു വാക്കും അതിനോട് ചേരത്തില്ല. യജമാനനെ എന്നുള്ള വാക്കിനോട് ചേരുന്ന ഒരു വാക്കേ ഉള്ളൂ, യെസ്, യെസ് ലോഡ്, യെസ്. കർത്താവേ അരുളി ചെയ്താലും അടിയൻ കേൾക്കുന്നു, സംസാരിച്ചാലും ഞാനത് കേൾക്കാം, ഞാനത് ചെയ്യാം. സാധാരണ രീതിയിൽ നമ്മൾ വലിയൊരു ലിസ്റ്റും കൊണ്ട് ദൈവത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്ന, കർത്താവ് ഇതിന്റെ താഴെ ഒരു ഒപ്പിട്ടേക്കണമെന്നാണ്. എപ്പോഴും സംഭവിക്കുന്ന പ്രശ്നം അതാണ്. നമ്മൾ പലചരക്കടയിൽ, ഇവിടെയൊക്കെയാണ് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം കൊടുക്കുന്നത്. ഞങ്ങളോടൊക്കെ ഈ പലചരക്കടയിൽ നമ്മൾ ലിസ്റ്റ് കൊടുത്തേച്ച് പോവാം. ജെസിയൊക്കെ അങ്ങനെയാ. റബ്ബർ വിൽക്കാൻ പോകുമ്പം അവള് ഒരു നീണ്ട ഒരു ലിസ്റ്റും കൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ കടയിലെ ചെറുക്കൻ്റെ കയ്യിലോട്ട് ഈ ലിസ്റ്റ് കൊടുക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റബ്ബർ വിറ്റേച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ സാധനമെല്ലാം എല്ലാം എടുത്ത് നല്ല ക്ലീനാക്കി എല്ലാം തൂക്കി വെച്ചേക്കണം. അതിന്റെ പൈസയും കൊടുക്കും. നമ്മളിങ്ങനെ വണ്ടിക്കകത്ത് സാധനമൊക്കെ അവൻ തന്നെ കയറ്റി വെച്ച് തരും. നമ്മളിങ്ങനെ പോരുകയാണ്. ഇതുപോലെ കർത്താവിന്റെ അടുത്തൊരു നീണ്ട ലിസ്റ്റുമായിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളുടെ നീണ്ട ഒരു ലിസ്റ്റുമായിട്ട്. എന്നിട്ട് പറഞ്ഞ, കർത്താവെ ഞാൻ അങ്ങോട്ടൊന്ന് മാറിയിട്ടൊക്കെ വരാം, അപ്പോഴത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നേക്കണം. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ചില ഉദാഹരണങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒന്നുകൂടെ ഓർക്കാൻ നല്ലതാണ്. ട്യൂസ്ഡേ മോർണിംഗ് വിൽ ബി ഓക്കെ എന്ന് പറഞ്ഞൊരു കാർട്ടൂണുണ്ട്, ഞാൻ പറഞ്ഞ ഒരു പ്രാവശ്യം. എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞായറാഴ്ച രാവിലെ വലിയൊരു ലിസ്റ്റുമായിട്ട് ദൈവത്തിന്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് ദൈവത്തിൽ പറയാണ്, വായിച്ചു നോക്കിയപ്പോൾ ഇച്ചിരി ലിസ്റ്റിന് ഇച്ചിരി നീളം കൂടുതലാണ്, നീ തന്നെ അങ്ങ് തോന്നി. അതുകൊണ്ട് പറഞ്ഞ, കർത്താവെ ഇച്ചിരി നീണ്ട ലിസ്റ്റ് ആയി പോയി, ഇതെല്ലാം ഇപ്പം മൺഡേ മോർണിംഗ് തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പിടിക്കുന്നില്ല. ട്യൂസ്ഡേ മോർണിംഗ് വിൽ ബി ഓക്കെ. പക്ഷെ മുഴുവൻ വേണം. ഏത് ചില സമയം ഞാൻ തരാം. അപ്പൊ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ദൈവത്തിന്റെ അടുത്ത് ചെല്ലുന്നത് നമ്മുടെ ഇഷ്ടവുമായിട്ടാണ്. നമ്മുടെ ഇഷ്ടവുമായിട്ട് ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പോൾ നമ്മൾ അവനെ കർത്താവെന്ന് വിളിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ലെറ്റ് ദൈ വിൽ ബി ഡൺ എന്നുള്ളതല്ലാതെ ലെറ്റ് മൈ വിൽ ബി ഡൺ എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവെന്ന് വിളിക്കുന്നതിന് പകരം യജമാനനെ എന്ന് വിളിക്കാൻ നമുക്കുള്ള നമ്മുടെ യോഗ്യത നമുക്കില്ലാതെയായി പോവുകയാണ്.